ഇദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ, അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയുകയായിരുന്നു. ഒരാളെങ്കിലും വിശ്വസിക്കണം, നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ നീ ഇത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഹലോ പറഞ്ഞ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടൊരു നല്ലൊരു സൗഹൃദം. എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഈ പുള്ളിയൊരു ബന്ധം ആയിട്ട് സ്നേഹത്തിലായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയിരുന്നത്. ഒരിക്കൽ പോലും അറിഞ്ഞില്ല. ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ്, എന്നെ ട്രാപ്പിലകപ്പെടുത്തി, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞ് ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കുറേ പേരോട് പറഞ്ഞ് ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല, പിന്നെ പെണ്ണുങ്ങൾ പറയണതല്ലേ വലുത്, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി എന്താ സത്യം അറിയത്തില്ല, നീ വെറുതെ ഇതാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നോക്കി നിറയെ ബാഡ് കമൻറ്റ് കാരണം പുള്ളിക്ക് ജോലി സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല, നാട്ടിലെ അപവാദങ്ങളും വല്ലാണ്ട് പോഷിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നതാണ്. ശരിക്കും സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി. അതിന് റിക്കവർ ആകാൻ വേണ്ടിയുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല. അതിൻ്റെ ഇടയിൽ പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കി ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആ ഒരു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ആരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എടാ, ഇയാളെ സമാധാനിക്ക്, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. എന്റെ പൊന്നയുടെ ഉപനിയെന്ന് സമാധാനിക്ക്. ആരും ഇല്ലെന്ന് തോന്നുന്നത്, നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ലെന്നൊക്കെ തോന്നും. പിന്നെ വേറൊരു കാര്യം, അത് സത്യമാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ആരും ഇല്ല, നമ്മൾ വിശ്വസിച്ച് നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നാളെ മരിച്ചുപോയ നമ്മള് കബറിൽ ഒറ്റയ്ക്കല്ലേ, ജനിച്ചതും ഒറ്റയ്ക്കല്ലേ, അപ്പൊ ജീവിക്കുന്നതും എല്ലാരും കൂടെ വേണം, വെക്കാൻ പറ്റത്തില്ല. പറഞ്ഞത് അറം പറ്റിയിരുന്ന പോലെ. ഇന്നാണ് ആ കേസിലകപ്പെടുത്തിയ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകുണിയിലേക്ക് പാഞ്ഞ് കയറിയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ പിറകിൽ മാനസികമായ ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ദുർവിധി വന്നതെന്ന് തന്നെയാണ് എൻ്റെ 100% എനിക്ക് ഉറപ്പുള്ള കാര്യം. പിന്നെ നമ്മൾ ആരെയും ഒന്നും അറിയാണ്ട് ജഡ്ജ് ചെയ്യാനേ പാടില്ല എന്നുള്ളത്